എൻ്റെ ഇച്ചാച്ചൻ്റെ 5ാം ചരമവാർഷികമായിരുന്നു. ശരിക്കും ജൂൺ 12-നാണ് ഇച്ചാച്ചൻ്റെ മരണ ദിവസം. എന്നാലും ഞങ്ങൾ പിള്ളേർ പോകുന്നത് കൊണ്ട്, ജിജോയും ജോജോയും പോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തി ഞങ്ങൾ മുട്ടത്ത് പള്ളിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണ്. 7 മണിക്കായിരുന്നു അവിടെ വിശുദ്ധ കുർബാന. ഞങ്ങൾ അങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുത്തതിന് ശേഷം വിശുദ്ധ കുർബാനയിൽ ഒക്കെ ഞങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ സെമിത്തേരിയിലേക്ക് പോവുകയാണ് ഒപ്പീസിനായിട്ട്. അവിടെ അച്ഛൻ ഒപ്പീസൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സെമിത്തേരിയിൽ ഒപ്പീസിന് നിൽക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒപ്പീസൊക്കെ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് വീണ്ടും ഇച്ചാച്ചൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് സെമിത്തേരിയിൽ തന്നെ നിൽക്കുകയാണ്. ഇച്ചാച്ചൻ മുട്ടത്ത് പള്ളിയിലെ സെമിത്തേരിയിലാണല്ലോ ഇച്ചാച്ചനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുട്ടത്ത് പള്ളിയിൽ പോയാണ് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്. 12-ാം തീയതി ആണെങ്കിലും പിന്നെ ഇച്ചാച്ചൻ്റെ ഒരു അനുജൻ അച്ഛനും മരിച്ച ദിവസമാണ്. അത് രണ്ടും കൂടി രണ്ടുപേർക്കും ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള വിശുദ്ധ കുർബാനയും ഓപ്പീസും ഒക്കെ ആയിരുന്നു അന്ന് നടത്തിയത്. ചിറ്റപ്പനച്ഛൻ മരിച്ചത് 2-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർ 4-ാം തീയതി പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ 2-ാം തീയതി ഇച്ചാച്ചൻ്റെയും അച്ഛൻ്റെയും കൂടി പ്രാർത്ഥന ആയിരുന്നു. 2-ാം തീയതി വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും ഓപ്പീസുമൊക്കെ അച്ഛനും അതുപോലെ തന്നെ ഇച്ചാച്ചനും കൂടി വേണ്ടിയിട്ടായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്. അതിനുശേഷം ഞങ്ങൾ സെമിത്തേരിയിലെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോന്നു. ഞങ്ങൾ ചേട്ടനും ചേച്ചിയും അമ്മച്ചിയും പിള്ളേരും ഒക്കെ ഒന്നിച്ച്